ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തിരിച്ച് ദുബായിക്ക് പോവാണ് കേട്ടോ. സോ അങ്ങനെ രാവിലെ തന്നെ എണീറ്റായിരുന്നു, പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അപ്പുവിൻ്റെ ഇവിടെ ഞാൻ കുറച്ച് കളിച്ചു. നമ്മുടെ വീട്ടിലെ പൂച്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അത് ശരിയായില്ലായിരുന്നു. സോ അച്ഛൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്തു കേട്ടോ പാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് അച്ഛനും അമ്മയും കൂടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബീഫ് ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, ചക്ക ഉണ്ടായിരുന്നു, ചൂരമീൻ കറി, പിന്നെ പയർ മിൽക്കുണ്ടായിരുന്നു, ചീരത്തോരൻ ഉണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു, പിന്നെ കൊഞ്ചുണ്ടായിരുന്നു കേട്ടോ, കൊഞ്ച് റോസ്റ്റ്. അത് മമ്മിയുടെ സ്പെഷ്യലാണ്. സോ ഇതെല്ലാം മമ്മി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഞാനവിടെ ബാക്കി പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊന്നും ഞാനങ്ങനെ വീഡിയോയിൽ എടുത്തില്ല, എനിക്ക് ടൈം കിട്ടിയില്ല എല്ലാം കൂടെ ചെയ്യാനായിട്ട്. ഞാൻ പറ്റുന്നതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞു. അച്ഛനാട്ടോ ഇതെല്ലാം എനിക്ക് പാക്ക് ചെയ്ത് തന്നെ. ആ സമയത്ത് ഞാൻ റെഡി ആവാൻ പോയേക്കുമായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയത് ബീഫാട്ടോ. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ബീഫ് ഉണ്ടാക്കുന്നത്, കാരണം അത് കുറച്ച് ലോങ് പ്രോസസ്സാണല്ലോ. സോ അവസാനമായിരുന്നു ബീഫൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് നമ്മളൊരു 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 7:40 ഗൈസ് എൻ്റെ ഫ്ലൈറ്റ്. സോ നമ്മൾ ഒരു 4:30 ഇറങ്ങി. നോർമലി നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 20 to 25 മിനിറ്റ്സ് എടുക്കാറുണ്ട് എയർപോർട്ടിലേക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ ഗണപതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ടാട്ടോ പോകുന്നത്, ലോങ് ഒക്കെ പോകുമ്പോൾ. ആൻഡ് ഇന്ന് കുറച്ച് ബ്ലോക്ക് കിട്ടി. ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ടാവും മേ ബി കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തായിരുന്നു ഓൾറെഡി. അങ്ങനെ അത് എയർപോർട്ടിലെത്തിയിട്ട് ഒത്തിരി സമയമൊന്നും പുറത്തൊന്നുമില്ല, നേരെ അങ്ങ് കയറി പോവുകയാണ് ചെയ്തത്. അച്ഛനും മമ്മിയും ചേട്ടനും കേട്ടോ എന്നെ കൊണ്ടാക്കാൻ വന്നു. ചേച്ചിയെ നന്നായിട്ട് മിസ് ചെയ്തു ഞാൻ. ഈ ക്ലിപ്സ് ഞാൻ നേരത്തെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ചേച്ചി പത്തനംതിട്ട പോകാൻ ഇറങ്ങിയപ്പോൾ എടുത്ത് വെച്ചതാണ്. ചേച്ചിയുടെ അച്ഛനും അമ്മയും UK നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം അവരുടെ കൂടെ നിൽക്കാനായിട്ട് ചേച്ചി പത്തനംതിട്ട പോയി. അങ്ങനെ എനിക്ക് ചേച്ചിയെ മിസ് ചെയ്തു നന്നായിട്ട് ഇറങ്ങാൻ നേരത്ത്. പിന്നെ ഞാൻ എയർപോർട്ടിൽ കയറി കഴിഞ്ഞ് ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ ഞാൻ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ്. എത്തി ഗൈസ്. ട്രിവാൻഡ്രം ടു അബുദാബി ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡ് എന്നെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ വേറെ ഡിലേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ഞാൻ എത്തിയായിരുന്നു. സോ ഇവിടെ വലിയ ടൈമൊന്നും എടുത്തില്ല, മാക്സിമം ഒരു 15 മിനിറ്റ്സ്. ഒരു 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ എല്ലാം കഴിഞ്ഞു പുറത്തിറങ്ങി. ഈ വരുന്നതാണ് ഗൈസ് എൻ്റെ എല്ലാം എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കുറച്ച് നാളായി ഞാൻ നാട്ടിൽ പോയിട്ട്, ഒരു 4 months ഒക്കെ അടുപ്പിച്ചായി. സോ അങ്ങനെ 4 months കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. ആൻഡ് സോ ഹാപ്പി ആയി ഞാൻ. ഭയങ്കര എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനെയും കൂടെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഒരാളെ കരാമയിൽ നിന്നാട്ടോ പിക്ക് ചെയ്തത്. ദേ വരുന്നുണ്ട് ശരൺ ചേട്ടൻ. ഇനി ഒരാളും കൂടെ ഉണ്ട്, അമൽ. ഇതാണ് അമൽ ഗൈസ്.
ഇനി ഒരാളും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ബെഞ്ചേട്ടൻ നാട്ടിലാണ് കേട്ടോ. ഇനി മെയ് ലാസ്റ്റൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു അറ്റ് ലാസ്റ്റ്. അവിടെ ഒരാളും കൂടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്, ഒരു ക്യൂട്ട് ലിറ്റിൽ ബേബി. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അവൻ 1 മന്തേ ഉള്ളൂ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അവനെ നേരിട്ട് കാണാൻ. വീഡിയോ കോളിലൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെയല്ലായിരുന്നു നേരിട്ട് കാണുമ്പോൾ. ഗ്രേ ബേബിക്ക് ട്രീ ഹൗസ്. ഗ്രേ ബേബി എന്നെ മനസ്സിലായില്ലല്ലേ? ഇതെന്റെ ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ്. ആഹാ. ഗൈസ്, ഡിന്നർ കഴിക്കുന്നതൊന്നും വിശദമായി എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് വിശന്ന് ടയേർഡായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ചെറിയൊരു ക്ലിപ്സ് ഞാൻ എടുത്തു. അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചു. ഗൈസ്, ഇതാട്ടോ എൻ്റെ ഫസ്റ്റ് പെറ്റ് ഹാംസ്റ്റർ. ഹാമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവനെന്താ എൻ്റെ കയ്യിലൊക്കെ വന്നു. ഞാൻ അവനായിട്ട് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ബൈ, ടേക്ക് കെയർ.